അർജുൻ, വയനാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനും ഒപ്പം എടുത്തു പറയേണ്ടത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയാകുന്ന മണ്ഡലങ്ങളായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നതാണ് വയനാട്. രാഹുലിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ രാഹുൽ പോയപ്പോൾ പ്രിയങ്കയുടെ സാന്നിധ്യം, ഇത് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകുന്ന മണ്ഡലമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും അവിടെ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വയനാട് തൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ രാഹുൽ അവിടെ നിന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ തനിക്കൊരു സീറ്റ് കിട്ടുമ്പോൾ വയനാടിനെ ഉപേക്ഷിച്ച് അവിടേക്ക് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം, വികസന മുരടിപ്പെന്ന് ഉയർന്നു വരുന്ന വലിയൊരു ആരോപണം, മനുഷ്യ വന്യജീവി സംഘർഷം, ഇതിലൊന്നും പരിഹാരം കാണാൻ കഴിയാത്ത സാഹചര്യം, ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ ഈ ആദ്യ ടൈമിൽ രാഹുൽ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാമർശം, അതിനുശേഷം രാഹുൽ ജയിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയാൽ വയനാടിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും വിധി എഴുതിയിട്ടുണ്ടാകുക? തീർച്ചയായും ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ തവണ വിജയിച്ചെങ്കിലും പിന്നീട് റായ്ബറേലി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു ജനവികാരം തന്നെയായിരുന്നു ഇത്തവണ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് ഈ ശതമാനം, പോളിംഗിന്റെ ശതമാനം തന്നെ 64.95% പോളിംഗ് ഉണ്ടായിരുന്നത്. രാഹുൽ പോയെങ്കിലും പകരം സഹോദരി പ്രിയങ്ക ഇവിടെ മത്സരിച്ചു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ചലനവും ഈ വയനാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഈ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് NDAക്കുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ അത്തരത്തിൽ തന്നെയായിരുന്നു. ആ പോളിംഗ് കുറഞ്ഞു വരുമ്പോൾ തങ്ങൾക്ക് ഈ ഒരു വോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 1 ലക്ഷത്തിലധികം വോട്ടാണ് ഇവിടെ നേടിയത്. അത്തരത്തിൽ 1,41,045 വോട്ട് സുരേന്ദ്രൻ നേടിയിരുന്നു. അത് 2019 തുഷാർ മത്സരിച്ചപ്പോൾ, അതായത് NDAക്ക് വേണ്ടി തുഷാർ മത്സരിച്ചപ്പോൾ 72,816 ആയിരുന്നു. അതാണ് പിന്നീട് 1 ലക്ഷത്തിലധികം വോട്ടുകളായിട്ട് മാറിയത്. പക്ഷേ 2019 രാഹുൽ വന്നപ്പോൾ, അത് ആദ്യമായി രാഹുൽ വയനാട്ടിൽ വരുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിൽ രാഹുലിന് കിട്ടിയത് 7,63,067 വോട്ടാണ്. അതാണ് പിന്നീട് 2024 എത്തിയപ്പോഴേക്കും 6,74,445 വോട്ടായി ചുരുങ്ങിയത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പോളിംഗ് കുറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു UDF ക്യാമ്പിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് പോളിംഗ് കുറയുമ്പോൾ തങ്ങൾക്ക് ഈ വോട്ടിംഗ് ശതമാനം കുറയുമെന്നും ഇത്തവണ അതിനെ അപേക്ഷിച്ച് തന്നെ തങ്ങൾക്കൊരു പരാജയം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതി കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ NDA ക്യാമ്പിനുമുണ്ട്. അതായത് ഇത്തരത്തിൽ പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാകും. മാത്രമല്ല നല്ലൊരു സ്ഥാനാർത്ഥി, മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. മാത്രമല്ല അതിലുപരി LDFന്റെ ഇത്തവണത്തെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ അത്ര CPI പ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹത്തെ നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഒരു ആശങ്കയിലാണ് LDF ഉള്ളത്. കാരണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സത്യമുഖേരി അടക്കം നിർത്തിക്കൊണ്ട് ഇവിടെ പ്രചാരണം ഒരു കൊഴുപ്പിക്കാൻ വേണ്ടി LDFന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സത്യമുഖേരിയുടെ ഒരു പോസ്റ്റർ പോലും, CPIയുടെ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്, യാതൊരു വിധത്തിലുള്ള ഒരു പോസ്റ്റർ പോലും കാണുവാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായി തന്നെ വ്യക്തമായി UDFനെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയെന്നടക്കമുള്ള ഒരു ആരോപണം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത് തീർച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് LDF ക്യാമ്പിന്റെ ഭാഗത്തും ഉണ്ടായത്. മാത്രമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ എണ്ണം, കോൺഗ്രസിന്റെ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞതും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് UDF ക്യാമ്പിന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെയും രാഹുലിനെതിരെയുള്ള ഒരു ജനവികാരമായിട്ടാണ് വയനാടൻ ജനത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധി എഴുതുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്. കാരണം കഴിഞ്ഞ തവണ വിജയിച്ചു, വയനാട്ടിൽ വിജയിച്ചു, റായ്ബറേലിയിൽ വിജയിച്ചു. എന്നാൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം ആദ്യം വയനാട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് തുടർന്ന് 2 സ്ഥലത്തും വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് റായ്ബറേലി തെരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനെതിരെയുള്ള ഒരു ജനവികാരം തന്നെയാണ് പിന്നീട് ഇത്തവണത്തെ പോളിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2019 2024 എത്തുമ്പോഴാകട്ടെ എല്ലാ തവണയും ഒരേ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത്. കാരണം മെഡിക്കൽ കോളേജ്, വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ഒരു മെഡിക്കൽ കോളേജിനെ വയനാട്ടുകാർ നോക്കിക്കണ്ടത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഇല്ല. സാധാരണ ഒരു ഹോസ്പിറ്റൽ, ഒരു ജില്ലാ ഹോസ്പിറ്റൽ